നമസ്കാരം. ജൂൺ 21 ലോക യോഗാ ദിനമാണ്. അപ്പോൾ എല്ലായിടത്തും യോഗയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരിശീലനങ്ങളും അവബോധ കളരികളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. ഇതേ ദിവസം തന്നെയാണ് വേൾഡ് മ്യൂസിക് ഡേ അല്ലെങ്കിൽ ലോക സംഗീത ദിനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ചരിത്രം, ഇപ്പം വേൾഡ് യോഗ ഡേയുടെ ചരിത്രം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഇപ്പൊ മ്യൂസിക് ഡേയുടെ ചരിത്രം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ 1976 ജോയൽ ക്വാൻ എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ, അമേരിക്കൻ മ്യൂസീഷ്യൻ, അദ്ദേഹമാണ് ഈ ഒരു ദിവസം സംഗീതത്തിൽ ആറാടാനുള്ള ഒരു ദിവസം എന്നൊരു ആശയം കൊണ്ടുവന്നത്. പക്ഷെ അന്ന് 1976 അത് അമേരിക്കയിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം എന്തുണ്ടായി? ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷം 1981-82 കാലഘട്ടത്തിൽ ഫ്രഞ്ച് മന്ത്രാലയം, അവിടുത്തെ ജാക്ക് ലാങ് എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു ആശയം എന്ത് ചെയ്തത്? പ്രവൃത്തിയിൽ കൊണ്ടുവന്നത്. അന്ന് ഫെറ്റെ ഡെ ലാ മ്യൂസിക് എന്നാണ് അതിന് പേര്. അപ്പൊ ജൂൺ 21 തന്നെയാണ് അന്ന് അവര് കണ്ടെത്തിയത്. വർഷങ്ങൾക്ക് ശേഷം യോഗാ ദിനവും ഈ ഒരു ദിവസവുമായിട്ട് എന്ത് ചെയ്തു? ശരിക്കും കൃത്യമായിട്ട് കൺവേർജ് ചെയ്യാം. ഇന്ന് ലോക യോഗാ ദിനമായിട്ട് അറിയപ്പെടുന്നതോടൊപ്പം തന്നെ ഈ മ്യൂസിക് ഡേയും ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അത് വളരെ നല്ലൊരു ഒരു സാത്വികമായിട്ടുള്ള ഒരു യൂണിയൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. യോഗ ദിനത്തിന്റെ സന്ദേശം പോലെ, സ്ലോഗൻ പോലെ തന്നെ വേൾഡ് മ്യൂസിക് ഡേ എന്നുള്ള സന്ദേശം ഹീലിംഗ് ത്രൂ ഹാർമണി. ഇന്നത്തെ സ്ലോഗൻ, ഈ തവണത്തെ സ്ലോഗൻ എന്നാണ് ഹീലിംഗ് ത്രൂ ഹാർമണി. രണ്ടും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അതായത് ഒരു യോജിപ്പിലൂടെ എല്ലാ തരത്തിലുള്ള കോൺട്രഡിക്ഷൻസും അല്ലെങ്കിൽ വിപരീതങ്ങളും മാറ്റി ഒരു ലയത്തിലേക്ക് വരിക. യോഗ എന്ന് പറയുന്നത് ശരീരത്തിന്റെ, ആത്മാവിന്റെ, മനസ്സിന്റെ, സകലമാന പ്രപഞ്ചത്തിന്റെയും സമൂഹത്തിന്റെയൊക്കെ ലയമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. യോഗയുടെ കൂടുതൽ ഹയർ ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. സംഗീതത്തിന്റെ ലയത്തെക്കുറിച്ച്, അതിലൂടെ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഹീലിംഗുകളെ കുറിച്ചാണ് വേൾഡ് മ്യൂസിക് ഡേയിൽ പറയുന്നത്. ഹീലിംഗ് ത്രൂ ദ ഹാർമണി. ഹാർമണിയിലൂടെ, ആ ഒരു ലയനത്തിലൂടെ എല്ലാ തരത്തിലുള്ള മുറിവുകളും ഉണങ്ങട്ടെ. ആ ഒരു സന്ദേശമാണ് ഇന്ന് വേൾഡ് മ്യൂസിക് ഡേയിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രഞ്ച് ഗവൺമെന്റ് 1982 ചെയ്ത കാര്യം പിന്നീട് അതിലേക്ക് യോഗാ ദിനം കൂടി ചെന്നപ്പോൾ ഇത് വേറൊരു ലെവലിലേക്ക് വന്നപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കോയിൻസിഡൻസ്, ഒരു കൺവേർജിങ് രീതി, അത് സംഗീതമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പൊ നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അക്ഷരം പഠിച്ചതും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒക്കെ പഠിച്ചത് ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലൂടെയാണ്, അല്ലെ? ABCDEFGHIJKLMNOP, അല്ലെ? അല്ലെങ്കിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഈ ഒരു മനോഹരമായിട്ടുള്ള ട്യൂൺ നമ്മൾ ആരും മറന്നിട്ടില്ല, അല്ലെ? ഇതിന്റെ തന്നെ മറ്റൊരു മലയാളം വേർഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരയൂലേ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, HIJKLMNOP. അപ്പൊ യോഗാ ദിനവും ഈ മ്യൂസിക് ഡേയും കൺവേർജ് ചെയ്ത പോലെ, ഒരുമിച്ചതുപോലെ തന്നെ ഈ രണ്ട് പാട്ടുകളും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞൊഴുകുന്ന രണ്ട് പാട്ട്, നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഇളം മനസ്സിനെ തരളിതമാക്കിയ രണ്ട് പാട്ടുകളാണ്. യോഗ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ ആണ് എങ്കിൽ വേൾഡ് മ്യൂസിക് ഡേ എന്ന് പറഞ്ഞ ആശയം പാശ്ചാത്യരിൽ നിന്ന് വന്നാണ്. രണ്ടും സാർവലൗകികമായിട്ട് തന്നെ പൂർണ്ണമായിട്ടും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഉദയം ചെയ്തിരുന്നത്. അപ്പൊ ഈ പാട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ 1880-കൾക്ക് ശേഷം ജെയിൻ ടൈലർ എന്ന് പറഞ്ഞ ആള് റിംസ് ഓഫ് നഴ്സറി, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ടാണ് ശരിക്കും. ഇതിന് മലയാളം നമ്മൾ കേൾക്കുന്ന കാക്കേ കാക്കേ കൂടെ വിട, ആ ഒരു പാട്ട് എഴുതിയത് നമ്മുടെ മലയാളത്തിന്റെ മഹാകവിയായിട്ടുള്ള ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ തൂലികയിൽ ഉദയം ചെയ്ത കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പാട്ടുകളിലൊന്നാണ് ഈ കാക്കേ കാക്കേ കൂടെവിടെ എന്ന് പറയുന്നത്. രണ്ട് പാട്ടും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം എന്ന് പറയുന്ന കർണാടക സംഗീതത്തിലെ 29ാമത്തെ മേളകർത്താരാഗമായിട്ടുള്ള
ധീരശങ്കരാഭരണം അല്ലെങ്കിൽ ശങ്കരാഭരണം എന്ന് പറയുന്ന ആ രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുന്നത്. ഹിന്ദുസ്ഥാനി സംഗീത പ്രകാരം ഭിലാവൽ ഭാട്ട് എന്ന് പറയും. അപ്പോ ഇതിന്റെ സ്വരങ്ങള് സ രേ ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രേ സ. ഇത് തന്നെ വെസ്റ്റേൺ മ്യൂസിക്കില്, പാശ്ചാത്യ സംഗീതത്തിൽ ഇതേ മേജർ സ്കെയിലാണ്. കുറച്ചും കൂടെ ഒരു ഇത്തിരി അതിന്റെ ഗമകമൊന്ന് മാറ്റിക്കുന്നു. കൃത്യമായിട്ട് ഇതേപോലെയല്ല, അതിൻ്റെ വെസ്റ്റേൺ മ്യൂസിക്കിന് അതിൻ്റെതായിട്ടുള്ള, പാശ്ചാത്യ സംഗീതത്തിന് അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. വെറുതെ ഒന്ന് ആലപിച്ചു എന്നുള്ളതുള്ളൂ. ഈ ശങ്കരാഭരണം എന്ന് പറഞ്ഞാൽ വളരെയധികം കിങ് ഓഫ് രാഗാസ് എന്നാണ് കർണാടക സംഗീതത്തിൽ പറയുന്നത്. ഒരുപാട് രാഗങ്ങൾ ഈ ശങ്കരാഭരണത്തിൽ നിന്ന് ജനിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഗത്തിന്റെ രാജാവ് എന്ന് പറയുന്നത്. രഘുവംശപദേ പരിപാലയമാ നിരുപമലാവണ്യ വാരിതേ ജയമാലുനി പരിസേവിത രഘുവംശപദേ പരിപാലയമാ. അപ്പൊ ഇത് രവീന്ദ്രൻ മാഷിന്റെ അദ്ദേഹത്തിന്റെ മാസ്മരിക സംഗീതത്തിൽ വിടർന്ന ഭരതം എന്ന സിനിമയിലെ സംഗീതത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഏതാനും നല്ല ക്ലാസിക് ചിത്രങ്ങളിലൊന്നായിട്ടുള്ള ഭരതത്തിലെ പാട്ടാണ്. ഒരുപാട് വേറെയും പാട്ടുകളുണ്ട്, ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഈ പാട്ടാണ്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ജൂൺ 21 എന്ന് പറയുന്നത്. യോഗാ ദിനവും സംഗീതം, വേൾഡ് മ്യൂസിക് ഡേയും വേൾഡ് യോഗാ ഡേയും ഒരുമിച്ച് വന്നത് ഈശ്വരന്റെ ഒരു കയ്യൊപ്പ് കൊണ്ടായിരുന്നു. 4 തരം യോഗമുണ്ട്: ഭക്തിയോഗം, കർമ്മയോഗം, അഭ്യാസയോഗം, ജ്ഞാനയോഗം. ഇതിലെ ഭക്തിയോഗത്തില് അവിഭാജ്യ ഘടകമായിട്ട് വരുന്ന ഒരു സംഭവമാണ് പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ എല്ലാ ട്രഡീഷനിലും എല്ലാ റിലീജിയൻസിലും ഗാനങ്ങൾക്ക്, പാട്ടുകൾക്ക് ഒരുപാട് ബഹുമാനവും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സൂഫി സംഗീതം നോക്കിയാൽ അതിലും കാണാം മനോഹരമായിട്ടുള്ള ഈശ്വരനെ വർണ്ണിക്കുന്ന, ഈശ്വര പ്രണയം വർണ്ണിക്കുന്ന വരികൾ. അതേപോലെ ചർച്ചുകളിൽ, വലിയ വലിയ ദേവാലയങ്ങളിലൊക്കെ ഒരുപാട് സോങ്സ് അവിടെ പാട്ടിലൂടെയാണ് എല്ലാം വിടരുന്നത്. ഹൈന്ദവീയതയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കണക്കിനാണ് പാട്ടുകളിലൂടെയാണ് ഈശ്വരാരാധന നമ്മൾ നടത്തിയിരിക്കുന്നത്, അല്ലെ? എത്രയോ മഹാനുഭാവന്മാർ, അതുപോലെ മഹാശ്രേഷ്ഠന്മാർ ഒരുപാട് ഇതിഹാസങ്ങൾ സംഗീതത്തിലൂടെ രചിച്ചപ്പോൾ അപ്പുറത്ത് ബീഥവനെ പോലുള്ള ആളുകൾ, വെസ്റ്റേൺ മ്യൂസിക്കില് ബീഥവനെ പോലുള്ളവർ, ഹിന്ദുസ്ഥാനിയിലെ മിയാൻ ടാൻസിനെ പോലുള്ളവര്, അതുപോലെ ഒരുപാട് ഗുരുക്കന്മാര് ഈ സംഗീതത്തിലൂടെ, ഈ ഗുരുക്കന്മാര് ഈശ്വരന് കൊടുത്ത പ്രണയലേഖനം അത് ഈ സംഗീതത്തിന്റെ രാഗത്തിലും താളത്തിലും ഹൃദയത്തിന്റെ നൈർമല്യത്തിലും ഉതിർന്നതായിരുന്നു. അങ്ങനെ വിടർന്ന ഒരു രാഷ്ട്രം, ഒരു സംസ്കാരം, അതില് എത്രയോ മഹാനുഭാവന്മാർ ഈ സംഗീതത്തിനെ ഹൃദയത്തിലേറ്റിക്കൊണ്ട്. അപ്പോൾ ഈ സംഗീതത്തിന്റെ അലയൊലികള് ഒരുപാട് ആളുകളെ മുക്തിയുടെ പരമമായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിന്റെ പടികളിലേക്ക് കടക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമ്മളും കേട്ടിട്ടുണ്ട്, അല്ലേ? എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാലിടക്കിടെയാറു പടിയുണ്ട്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാറും ശിവശംഭോ. അതെ, പൂന്താനം തിരുമേനി പണ്ട് പാടിയ ആ ഭഗവാനെ വർണ്ണിച്ച എളുപ്പമായുള്ള വഴികൾ, അത് ഓരോരുത്തർക്കും പലതാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ഹൃദയക്ഷേത്രത്തിൽ വിളങ്ങുന്ന സ്നേഹത്തിന്റെ, ഭക്തിയുടെ ആ ഒരു അനുഭൂതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായിട്ട് നമുക്ക് മാറില്ല. അത് പൂ വിടരുന്നത് പോലെ
വളരെ ലളിതമായിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. മറ്റേത് യോഗത്തിനേക്കാളും ഏറ്റവും വേഗത്തിൽ ഭക്തിയിലേക്ക് ആൾക്കാർക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ആചാര്യന്മാർ പറയുന്നു. അത് ഹൃദയത്തിന്റെ നൈർമല്യം കൊണ്ടും ഈ ഗാനങ്ങളുടെ ആ ഒരു സാധ്യത കൊണ്ടുമായിരിക്കും. നാദാനുസന്ധാനം, ഹൃദയം തുറന്നു പാടുമ്പോൾ മനസ്സിൽ മാറാല കെട്ടിയ ചിന്തകൾ അകന്നകന്നു പോകുന്നു. ഹൃദയം ആനന്ദത്തിന്റെ, ശാന്തിയുടെ പുതിയൊരു സൂര്യോദയമായി വിടരുന്നു. അപ്പോ ഈ ഒരു ദിവസത്തിൽ യോഗയുടെയും സംഗീതത്തിന്റെയും ലയനം ഒരുമിച്ചുണ്ടായ ഈ ഒരു ദിവസത്തിൽ, ജൂൺ 21 എന്ന് പറയുന്ന ഈ ഒരു ദിവസം എല്ലാവരുടെ ഉള്ളിലും ഹൃദയം തുറന്ന് പുഞ്ചിരിക്കാനായിട്ട്, ആനന്ദത്തിൽ ശാന്തിയിൽ കഴിയാനായിട്ട് എല്ലാവർക്കും സർവേശ്വരൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഗുരുദേവ്.